ഇന്ന് നമുക്ക് മിൽക്ക് മെയ്ഡും ക്രീമും ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2 കപ്പ് അല്ലാതെ 1/2 കപ്പ് പാല് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ പാലിൽ കലക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വാനില എസെൻസ് 1 ടീസ്പൂൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പട്ടയൊന്ന് പൊടിച്ചിട്ടൊരു നുള്ള് ഇട്ട് കൊടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് തിളക്കാനായിട്ട് നമുക്ക് വെക്കാം. ആ ടൈം കൊണ്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പം നമ്മൾ ഈ പാല് തിളക്കാനായിട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ സൈഡൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക, അടിക്ക് പിടിക്കാണ്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 3-4 മിനിറ്റ് പിടിച്ചാൽ മതി, ഇത് പാകത്തിന് കുക്കായിക്കോളും. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 3 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി, നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തണുക്കണം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സഡ് ഒരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ക്രീമൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഒരു ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഈ പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് നല്ല അടിച്ചെടുക്കുക. അപ്പം ഞാൻ 1 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കോൺഫ്ലോർ മിക്സൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടായിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ക്രീമാക്കി എടുക്കാനാണ് ഈ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ബോക്സ് ആയാലും മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ ചെറിയൊരു ബൗളിലൊക്കെ നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഏകദേശം ഞാനിത് 5 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണിത്. അപ്പോൾ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ വിടിപ്പിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം ഏത് ബോക്സിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ബോക്സ് പുറത്തേക്ക് എടുത്താൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കതിന്ന് ഐസ്ക്രീം എടുക്കാൻ പറ്റും. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. മെൽറ്റായി തുടങ്ങുമ്പോഴാണ് അതൊരു ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നമുക്കിനി ഇത് ജ്യൂസ് ആയാലും അതുപോലെ തന്നെ ഷേക്കൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് മുകളിൽ കുറച്ച് ഞാൻ സ്ട്രോബെറി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.